അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സുവല്ലാതെ വേദനിപ്പിച്ച ഒരു മരണമാണ് സയ്യിദു ശുഹദാഇ ഹംസ. തന്റെ കൊച്ചാപ്പയായ ഹംസ റളിയല്ലാഹു തആല പഠിച്ചവരെ ഉഹദിന്റെ രണാങ്കണത്തിൽ തല വേറെ കൈകാലുകൾ വേറെ തലയോട്ടിക്കകത്ത് കള്ളടിച്ചു കുടിച്ചല്ലോ. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കരള് ചവച്ച് തുപ്പുകയാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ അല്ലാഹുവേ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കരള് ചവച്ച് തുപ്പുകയാ. ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് വഹ്ശി റളിയല്ലാഹു തആല അൻഹു, വഹ്ശിയെ നിങ്ങൾക്കറിയുമല്ലോ, ആ വഹ്ശിയാണല്ലോ ഇതെല്ലാം ചെയ്തത്. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞു പോയല്ലോ. ഹംസ റളിയല്ലാഹു തആല അൻഹു ഇന്നും കാണാം സഹോദരാ, ഇന്നും കാണാമല്ലോ. അല്ലാഹുവേ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ മദീനത്ത് പോകുമ്പോ എല്ലാവരും പോകുമല്ലോ. ഉഹദിന്റെ രണാങ്കണത്തിൽ പോകുമ്പോ അവിടെ കാണാം ഹംസ റളിയല്ലാഹു തആല അൻഹു, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. എത്രയോ സഹാബികളുടെ ഖബറിടം കാണാം. സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ വഹ്ശിയുണ്ടല്ലോ, അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച വഹ്ശിയുണ്ടല്ലോ, അവിടെ നിന്ന് വരികയാണ്, മുത്തുനബിയുടെ മുന്നിലേക്ക് വരികയാണ്. ആരെയാ? റസൂലിന്റെ ചാരത്ത് വന്നിട്ട് വഹ്ശി അവിടെ നിന്ന് പറയുന്നു, നബിയേ എനിക്ക് മുസ്ലിമാകണം നബിയേ. ആരാ? സഹാബികൾ മുഴുവനും നോക്കി നിൽക്കുകയാണ്. പടച്ചവനെ, മുത്തുനബി പറഞ്ഞാൽ ആ നിമിഷം തന്നെ തലവെട്ടാറ്. അപ്പോഴാണ് വഹ്ശി വന്നിട്ട് പറയുന്നത്, നബിയേ എനിക്ക് മുസ്ലിമാകണം നബിയേ. ഞാൻ മുസ്ലിമായാൽ ഞാൻ ചെയ്തു പോയ പാപം അല്ലാഹു പുറത്തു തരുവോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാണ്. വഹ്ശി റളിയല്ലാഹു തആല അവിടെ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ വഹ്ശിയോട് പറഞ്ഞതെന്തെന്നറിയുമോ? വഹ്ശിയെ, നിങ്ങളെ കാണുമ്പോ എന്ന് പറഞ്ഞ് നിങ്ങൾ മുസ്ലിമായി കഴിഞ്ഞാ വേറെ എവിടെങ്കിലും പോയി ജീവിക്കണം. എന്റെ മുന്നിൽ നിങ്ങൾ വരരുത്, എന്റെ മുന്നിൽ നിങ്ങൾ വരരുത്. നിങ്ങളെ കാണുമ്പോ എന്റെ ഹംസാന് എനിക്ക് ഓർമ്മ വരും, എന്റെ ഹംസ എനിക്ക് ഓർമ്മ വരും. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നും. എന്നിട്ട് പോലും തന്റെ കൊച്ചാപ്പയായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച ആ വഹ്ശി വന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂലൊന്നും പറഞ്ഞില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹു ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും ലി അഹ്ലി വഅന ഖൈറുക്കും ലി അഹ്ലി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളിൽ ഉത്തമൻ തന്റെ ഇണയോട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവനാ. ഞാൻ നിങ്ങളിൽ തന്റെ ഇണയോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പലരും പറയും, ഉസ്താദേ ഭാര്യ പുറത്തു കൊണ്ടുപോകാൻ സമയമില്ല, സംസാരിക്കാൻ സമയമില്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയമില്ല, കാരണം തിരക്കാണ്. എങ്കിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവനാ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. അതുകൊണ്ടാണ് മുത്തുനബിയുടെ വഫാത്തിന് ശേഷം, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ആ ജനാസ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് വരുമ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അതാ സ്വഹാബത്ത് ചോദിച്ചു, ആയിഷ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഭർത്താവിന്റെ ജനാസ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് വരുന്ന ആരോ എന്ന് ചോദിക്കുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ
ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാ, നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? പടച്ചവനെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കാന ഖുലുഖുഹു എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചാണ് പറയുന്നത്. എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. ഖുർആൻ പറഞ്ഞതുപോലെയാണ് എന്റെ ഭർത്താവ് ജീവിച്ചിരുന്നത്. എന്ത് സന്തോഷമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ച ഒരു ഭാര്യയ്ക്കും പരാതിയില്ല. അവിടെ അങ്ങനെ ചെയ്തു നീതി കാണിച്ചില്ല എന്നൊരാളും പറയുന്നില്ല. പട്ടിണിയാണെങ്കിൽ പട്ടിണി, ദാരിദ്ര്യമാണെങ്കിൽ ദാരിദ്ര്യമുണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. എന്ത് സന്തോഷമുള്ള ജീവിതമെന്നറിയുമോ? അതുകൊണ്ടാണ് ആകാശത്തിന്റെ കീഴിൽ ഏറ്റവും മനോഹരമായത് എന്തെന്നറിയുമോ? ഭാര്യ ഭർത്താവും തമ്മിലുള്ള ജീവിതമാണെന്ന് അവിടെ നിന്ന് ചരിത്രകാരന്മാര് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കണം. ഒരു ഭാര്യയും ഭർത്താവും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിച്ചാൽ അതിനേക്കാളും ആനന്ദമുള്ള, അതിനേക്കാളും സുഖമുള്ള, അതിനേക്കാളും സന്തോഷമുള്ള, അതിനേക്കാളും സമാധാനമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല സഹോദര. അവരുടെ ജീവിതം തന്നെ സ്വർഗമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിവാഹം കഴിക്കൂ, നിങ്ങൾ വിവാഹം കഴിക്കൂ, നിങ്ങൾ വിവാഹം കഴിച്ചാ നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്തിനാ ചരിത്രം പറയുന്നത്? അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം ഈ ലോകത്തെ ആദ്യത്തെ മനുഷ്യനല്ലേ ആദം നബി. ആദം നബി സ്വർഗത്തിലൂടെ നടക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് സ്വർഗത്തിൽ പോകണം. അതിനു വേണ്ടിയാണ് നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഖുർആൻ ഓതുന്നത്, അതിനു വേണ്ടിയാണ് രാവിലെ മുതൽ വൈകുന്നേരം 9:30 വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ കിട്ടുന്ന സമയത്ത് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് വഅദ് കേൾക്കാൻ മാത്രമല്ല. അല്ലാഹുവേ, ഇതിന് പകരം നീ എനിക്ക് സ്വർഗം തരണേ അല്ലാഹ്. ഈ സ്വർഗത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പടച്ചവനെ സിനിമയും സീരിയലും കണ്ടുകൊണ്ട് പെണ്ണുങ്ങൾ കരഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വെള്ളിയാഴ്ച രാവിലെ പടച്ചവനെ മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ ഉമ്മ പെങ്ങന്മാരെന്റെ ചെറുപ്പക്കാര് മണിക്കൂറുകൾ കാത്തിരിക്കുന്നതെന്തിനെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ദുനിയാവിൽ 2 സ്വർഗമുണ്ട്, ദുനിയാവിൽ 2 സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ അവര് സ്വർഗത്തിലിരിക്കാൻ പടച്ചവനെ ഇൽമ പറയുന്നത് കേൾക്കാൻ ഒരവസരം അല്ലാഹു തന്നല്ലോ. ഇതിന് പകരം അല്ലാഹു എനിക്ക് സ്വർഗം നൽകുമല്ലോ. ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും വഅദ് കേൾക്കുന്നത്, സർവ നന്മകളും ചെയ്യുന്നത്. എങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗം എത്ര മനോഹരമാണ്. ആ മനോഹരമായ സ്വർഗത്തിലാണ് ആദം നബി അലൈഹിസ്സലാം കടന്നുപോയത്. സ്വർഗത്തിന്റെ അരുവികൾ, സ്വർഗത്തിലെ പടങ്ങൾ, സ്വർഗത്തിലെ പദവികൾ, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ. അല്ലാഹുവേ, ആദം നബി സ്വർഗത്തിലൂടെ നടക്കുകയാ. അല്ലാഹു ചോദിക്കുന്നു, ആദമേ, എന്തേ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? എന്തേ നിനക്കൊരു സുഖമില്ലാത്തത്? അല്ലാഹുവേ, ഒറ്റയ്ക്ക് നടന്നു മടുത്തുറപ്പേ, ഒറ്റയ്ക്ക് നടന്നു മടുത്തുറപ്പ്. എവിടെ വെച്ചാ പറയുന്നത്? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലെ പഴങ്ങൾ തിന്നുകൊണ്ട് നടക്കുന്ന ആദം നബി, ആ സ്വർഗത്തിന്റെ സർവ്വ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നടക്കുന്ന ആദം നബി അവിടെ നിന്ന് പറയുന്നു, അല്ലാഹ്, ഇതൊക്കെ കിട്ടിയിട്ടും എന്തോ ഒരു കുറവുള്ളതുപോലെ. ആദം നബി സ്വർഗത്തിൽ കൂടെ നടക്ക, അതിനേക്കാളും ഒന്നും ഈ ലോകത്തില്ല, സ്വർഗത്തിനേക്കാളും വലിയ ഒന്നും ഈ ലോകത്തില്ല. അള്ളാന്റെ ഖുർആൻ പോലും പറഞ്ഞത് നിങ്ങൾക്ക് സ്വർഗത്തെ കുറിച്ച് ചിന്തിച്ചാൽ തിരിയില്ല എന്നാ. അത്രയും വലിയ സ്വർഗത്തിലൂടെ ആദം നബി നടക്കുമ്പോഴും സന്തോഷമില്ല. എന്തേ ആദവേ സന്തോഷമില്ലാത്ത? എന്തോ ഒരു കുറവുള്ളത് പോലെ.
ഹവ്വാ റളിയല്ലാഹു തആല അൻഹ അള്ളാഹു ഹവ്വാ ബീബിയെ സൃഷ്ടിച്ചു കൊടുത്തപ്പോഴാ ആദം നബി പറഞ്ഞത് ഇപ്പോഴാ അള്ളാഹ് സന്തോഷം ഉണ്ടായ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാ ഭാര്യയും ഭർത്താവും, അതാണ് ഭാര്യയും ഭർത്താവും. ആദ്യത്തെ വിവാഹം നടന്ന് എവിടെ വെച്ച്? പറ മനുഷ്യ, ഊട്ടി വെച്ചോ? എവിടെ വെച്ച ആദ്യത്തെ വിവാഹം നടന്നേ? നിങ്ങൾ കേറിയിരിക്കും. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദ്യത്തെ വിവാഹം നടന്ന എവിടെ വെച്ചാ? ആരാരെ കെട്ടി? ഇനി അവസാനത്തെ വിവാഹം എവിടെ വെച്ചാ? ലാസ്റ്റ് വിവാഹം എവിടെ വെച്ച്? ആരാരെ കെട്ടും? നീ നിന്റെ പെണ്ണും പിള്ളെ കെട്ടും. ആരാരെ വിവാഹം കഴിക്കും? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കും. ആരെ? ആരെ? 2 മഹദിമാരെ ഖുർആൻ പറയുന്നുണ്ട്. 2 മഹദിമാരെ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന് ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. സൂറത്തു മറിയം. ഈസാ നബിയുടെ ഉമ്മ മറിയം ബീവി കല്യാണം കഴിച്ചിട്ടുണ്ടോ? കല്യാണം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. രണ്ടാമതൊരു പെണ്ണുണ്ട്. മരിക്കുമ്പോ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ എനിക്ക് നീ സ്വർഗത്തിൽ ഒരു വീട് തരണോന്ന് പറഞ്ഞിട്ടാ മരിച്ചേ. സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ എനിക്ക് ഇവന്റെ കൊട്ടാരമോ പണമോ എനിക്കൊന്നും വേണ്ട, അല്ലാഹ് വേണ്ട, സ്വർഗത്തിൽ നീ എനിക്ക് തന്നാ മതി. ആ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ നാളെ സ്വർഗത്തിൽ വെച്ച് വിവാഹം കഴിക്കും മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ സ്വർഗത്തിൽ വെച്ച് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന ഒരു അമലാണ് എന്ത്? നിക്കാഹ്. അതുകൊണ്ടാ പറഞ്ഞത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് വേണം നിക്കാഹ് നടത്താൻ. അപ്പൊ ഭൂമിയിൽ അള്ളാഹിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? എവിടാ? ഓഡിറ്റോറിയം. എവിടെ? ഓഡിറ്റോറിയം. കണ്ട ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മുഴുവനും വിളിച്ചിരുത്തി തലയിലും തുണിയില്ല വയറും കാണിച്ച് സർവ്വതും കാണിച്ച് അവിടെ എത്തി അല്ലേ? അല്ലെങ്കിലോ വീട്ടിൽ പന്തലൊക്കെ കെട്ടി ഉസ്താദ് അങ്ങോട്ട് പോയിരുന്ന് നടത്തണം. എടാ, അള്ളാഹുവിന് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അള്ളാഹുടെ വീട്. അവിടെ വെച്ച് വേണം വിവാഹം നടത്താൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ പെമ്മക്കളുണ്ട് കേട്ടല്ലോ. പെമ്മക്കളുള്ളവരൊക്കെ എവിടെ വെച്ച് നടത്തണം? പള്ളിയിൽ വെച്ച് നടത്തിയ 1 മാസം കഴിയുമ്പോൾ കമ്മിറ്റി ഓഫീസിൽ വന്നിരിക്കണ്ട. 1 മാസം വന്ന് കഴിയുമ്പോഴത്തേക്ക് പറയാ, ഉസ്താദെ പോരാ, പ്രശ്നമാണ്, ബഹളമാണ്, മസ്ലഹത്ത് വേണ്ട, അള്ളാഹുടെ പള്ളിയിലിരുത്തി നടത്ത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കേട്ടല്ലോ. നാസറണ്ണൻ, നസീറണ്ണൻ, അണ്ണൻ എല്ലാത്തിനും പെമ്മക്കളുണ്ട് കേട്ടാ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. നിങ്ങൾക്കില്ലയോപ്പാ? ചങ്ങാതിക്ക് പെൺകുട്ടികളില്ലേ? പള്ളിയിൽ വെച്ച് നടത്തിക്കോണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാത്തിൻ്റെയും നിക്കാഹ് നടത്താനുള്ള ഭാഗ്യം അള്ളാഹ് നൽകട്ടെ. കാരണം ഇന്നത്തെ പിള്ളേർ നടത്തണ്ടില്ലല്ലോ, ഓടുമല്ലേ ഇന്നത്തെ കുട്ടികള്. ഞാൻ പറയണില്ല, രാത്രിയൊക്കെ താമസിച്ച ലോഡ്ജുകളിൽ കണ്ട കാഴ്ചകൾ പഴുതു പറയാൻ പറ്റൂല, ലൈവ് ആയതുകൊണ്ട്. അതാ അവസ്ഥ. ഒരേ പെൺകുട്ടികളുടെയൊക്കെ കോലങ്ങളും വസ്തു ഒന്നും പറയാതിരിക്കല നല്ലത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ബസ്സോനെ രാത്രി 1 മണിക്ക് 2 മണിക്കും ബീറും കുപ്പിയും പിടിച്ചിട്ട് നടക്കാം. ആര്? പെൺകുട്ടികളെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് പെൺമക്കളെയൊക്കെ അള്ളാഹുവെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ആദം നബി എന്താ പറഞ്ഞ? അള്ളാഹ് സ്വർഗം. അതാ ചിന്തിക്കുക. അതാണ് ഭാര്യയും ഭർത്താവും. സ്നേഹിക്കണം, മനസ്സിലാക്കണം. അൽഹംദുലില്ലാഹ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതാണ് ഏറ്റവും വലിയ സുഖം. ഏത് പെണ്ണിനെ കണ്ടാലും ഒന്നും തോന്നില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഏത് പെണ്ണിനെ കണ്ടാലും ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി നമ്മുടെ ഭാര്യയാണെന്ന് തോന്നും. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഇനി എത്ര വലിയ സുന്ദരിയെ കണ്ടാലും മനസ്സിലൊന്നും തോന്നില്ല. തോന്നണമെങ്കിൽ ആരുടെ മുഖത്ത് നോക്കണം? നമ്മുടെ ആമിനയുടെ മുഖത്ത് നോക്കിയാലേ നമുക്ക് എന്തെങ്കിലും തോന്നും. അങ്ങനെ മനസ്സ് റബ്ബാക്കി തരും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അങ്ങനെ ആവണോ?
ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. വേണോ? വെടി കൊണ്ടതുപോലെ അവിടെ ഇരിക്കും. വേണ്ടെങ്കിൽ വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് മനസ്സുണ്ടാകുന്ന അന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇത് ചോദിക്കണേ. ഇത് രണ്ടാമത്തെ അന്ന് ചോദിച്ചപ്പോൾ അതെങ്ങനെ അവസ്ഥ? എങ്ങനെയാ പെലിനാസറന്നെ? അതിപ്പോ എങ്ങനെയാ പടച്ചോനെ? സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യവതി അവളെ കണ്ടാലേ തൃപ്തി അടയാൻ പറ്റൂ. അവളെ കണ്ടാലേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സമാധാനമുള്ളൂ. വേറെ ഏത് കണ്ടാലും തോന്നൂല. ഇന്നങ്ങനല്ല. വീട്ടിനകത്ത് സുന്ദരിയായ ഭാര്യ ഉണ്ടെങ്കിലും അടുത്ത മിറ്റം തൂക്കണ ചേച്ചിയെ നോക്കിക്കൊണ്ടിരിക്കുക, അയലത്തവാസിയെ നോക്കിക്കൊണ്ടിരിക്കുക. അതല്ല, അത് നേരെ തിരിച്ചാവണം. ഏത് സുന്ദരിയെ നോക്കിയാലും, കറുത്തവളാണെങ്കിലും മുടി കുറഞ്ഞവളാണെങ്കിലും തടിയുള്ളവളാണെങ്കിലും ഗ്ലാമർ കുളഞ്ഞവരാണെങ്കിലും പ്രായം ചെന്നവളാണെങ്കിലും എൻ്റെ ആമിന തന്നെയാ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അങ്ങനെയാകുമ്പോഴാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദവും സന്തോഷവും ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നത്. അള്ളാഹു അങ്ങനെയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നിങ്ങൾ എന്ന് ചോദിക്കുന്നു അന്നേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ വിഭാഗം, മൂന്നാമത്തെ വിഭാഗമാരാ? അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ലം യകുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിസന വലാ മുതഫാഹിശാ وكان يقول إن من خياركم أحسن أخلاقا. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോശപ്പെട്ട സ്വഭാവക്കാരനായിരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് മോശക്കാരനായിരുന്നില്ല. മോശമായ ഒരു പ്രവർത്തനവും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാഗത്തില്ല. വൃത്തികേടുകൾ പറയില്ലായിരുന്നു, വൃത്തികേടുകൾ ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ സൽസ്വഭാവമുള്ളവരായിരിക്കണം. നിങ്ങളിൽ ആർക്കാണോ സൽസ്വഭാവമുള്ളത് അവനാണ് നിങ്ങളിൽ ഉത്തമനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ വരെ ഒരാളെയും ചീത്ത പറഞ്ഞിട്ടില്ല, ഒരാളെയും അല്ലാഹുവിന്റെ റസൂൽ കുറ്റം പറഞ്ഞിട്ടില്ല, ഏസനിയോ പരദൂഷണമോ പറഞ്ഞിട്ടില്ല, ഒരാളെയും അല്ലാഹുവിന്റെ പ്രവാചകന് പരിഹസിച്ചിട്ടില്ല, ഒരാളെയും അല്ലാഹുവിന്റെ റസൂൽ കളിയാക്കിയിട്ടില്ല, വൃത്തികേടുകൾ ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നല്ല സ്വഭാവമുള്ള ആളായിരുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കാണോ നല്ല സ്വഭാവമുള്ളത് അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മുത്തുനബിയുടെ ചരിത്രം എടുത്തു നോക്കൂ. പ്രവാചകൻ അങ്ങനായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ തലയില് കഥാ പുഴുത്ത് അളിഞ്ഞു കിടക്കുന്ന കുടൽമാല കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുകളിലിട്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അതേ കിടപ്പ് കിടന്നു. അവസാനം തന്റെ പൊന്നാര മകള് വന്നിട്ട് ആ ഉപ്പാന്റെ തലയിൽ കിടക്കുന്ന കുടലിന്റെ മാലകൾ മുഴുവനും, ആ പുഴുത്തണിഞ്ഞ് കിടക്കുന്നത് മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് സമാധാനിപ്പിച്ചപ്പോഴും അല്ലാഹുവേ റസൂലുള്ള ചിരിക്കുകയായിരുന്നു. എന്ത് പറഞ്ഞാല് മുത്തുനബിയുടെ മുഖത്ത് നോക്കിയിട്ട് തുപ്പിയല്ലോ, മുത്തുനബിയുടെ മുകളിലൂടെ ചപ്പ് ചവറുകൾ എടുത്തെറിഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ കല്ലെറിഞ്ഞല്ലോ, റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചല്ലോ. എന്തിനാ സഹോദരാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തടിച്ചല്ലോ. അതാ പ്രവാചകന് വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോ കോരുന്ന തൊട്ടി വെള്ളത്തിന്റെ അകത്ത് വീണുപോയി. ആ സമയത്താണ്
അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് ആ തോട്ടത്തിന്റെ മുതലാളി മുത്തുനബിയുടെ മുഖത്തേക്ക് അടിച്ചപ്പോ അടി കൊണ്ടിട്ട് പോലും അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയായിരുന്നു. പ്രവാചകന്റെ മുഖത്തൊരു മാറ്റമില്ല. റസൂലുള്ളാഹി നിങ്ങൾക്ക് ദേഷ്യമില്ല. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. അവസാനം കിണറ്റിനകത്ത് വീണ തൊട്ടികിടത്ത ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് ചിരിക്കുന്ന മുഖത്തോടെ ചോദിച്ചു, മനുഷ്യ എന്റെ കൂലിയൊന്ന് തരുവോ, എന്റെ കൂലിയൊന്ന് തരുവോ? ലോകത്തിന്റെ നേതാവ് ആ ചിരിക്കുന്ന മുഖത്തോട് ആ മനുഷ്യൻ പോലും ചിന്തിച്ചു, ആരാണ് റബ്ബേ? തല്ല് കൊണ്ടിട്ട് പോലും ആ മനുഷ്യന്റെ മുഖത്തൊരു മാറ്റമില്ലല്ലോ. അല്ലാഹുവേ, ഇത് സാധാരണ മനുഷ്യനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സുവല്ലാതെ വേദനിപ്പിച്ച ഒരു മരണമാണ് സയ്യിദു ശുഹദാഇ ഹംസ. തന്റെ കൊച്ചാപ്പയായ ഹംസ റളിയല്ലാഹു തആല പിടിച്ചവരെ മുഖത്തിന്റെ രണാകണത്തിൽ തലവേറെ കൈകാലുകൾ വേറെ തലയോട്ടിക്കകത്ത് കള്ളടിച്ചു കുടിച്ചല്ലോ. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കരള് ചവച്ച് തുപ്പുകയാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ അല്ലാഹുവേ, ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കരള് ചവച്ച് തുപ്പുകയാ. ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് വഹ്ശി റളിയല്ലാഹു തആല അൻഹു, വഹ്ശിയെ നിങ്ങൾക്കറിയുമല്ലോ. ആ വഹ്ശിയാണല്ലോ ഇതെല്ലാം ചെയ്തത്. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞു പോയല്ലോ. ഹംസ റളിയല്ലാഹു തആല അൻഹു ഇന്നും കാണാം സഹോദരാ, ഇന്നും കാണാമല്ലോ. അല്ലാഹുവേ, ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ മദീനത്ത് പോകുമ്പോ എല്ലാവരും പോകുമല്ലോ. ഉഹദിന്റെ രണാങ്കണത്തിൽ പോകുമ്പോ അവിടെ കാണാം ഹംസ റളിയല്ലാഹു തആല അൻഹു, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. എത്രയോ സഹാബികളുടെ ഖബറിടം കാണാം. സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ വഹ്ശിയുണ്ടല്ലോ, അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച വഹ്ശിയുണ്ടല്ലോ. അവിടെ നിന്ന് വരികയാണ്, മുത്തുനബിയുടെ മുന്നിലേക്ക് വരികയാണ്. ആരെയാ? റസൂലിന്റെ ചാരത്ത് വന്നിട്ട് വഹ്ശി അവിടെ നിന്ന് പറയുന്നു, നബിയേ, എനിക്ക് മുസ്ലിമാകണം നബിയേ. ആരാ? സഹാബികൾ മുഴുവനും നോക്കി നിൽക്കുകയാണ്. പടച്ചവനെ, മുത്തുനബി പറഞ്ഞാൽ ആ നിമിഷം തന്നെ തലവെട്ടാറ്. അപ്പോഴാണ് വഹ്ശി വന്നിട്ട് പറയുന്നത്, നബിയേ, എനിക്ക് മുസ്ലിമാകണം നബിയേ. ഞാൻ മുസ്ലിമായാൽ ഞാൻ ചെയ്തു പോയ പാപം അല്ലാഹു പുറത്തു തരുവോ? അല്ലാഹുവിന്റെ റസൂല് അവിടെ നിന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാണ്. വഹ്ശി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ വഹ്ശിയോട് പറഞ്ഞതെന്തെന്നറിയുമോ? വഹ്ശിയെ, നിങ്ങളെ കാണുമ്പോ ഇവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ മുസ്ലിമായി കഴിഞ്ഞാ വേറെ എവിടെങ്കിലും പോയി ജീവിക്കണം. എന്റെ മുന്നിൽ നിങ്ങൾ വരരുത്, എന്റെ മുന്നിൽ നിങ്ങൾ വരരുത്. നിങ്ങളെ കാണുമ്പോ എന്റെ ഹംസാനെ എനിക്ക് ഓർമ്മ വരും, എന്റെ ഹംസ എനിക്ക് ഓർമ്മ വരും. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നും. എന്നിട്ട് പോലും തന്റെ കൊച്ചാപ്പയായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച ആ വഹ്ശി വന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂലൊന്നും പറഞ്ഞില്ല. ഹിന്ദെന്ന് പറയുന്ന പെണ്ണല്ലേ ഇത് ചെയ്തത്? ഹിന്ദെന്ന് പറയുന്ന പെണ്ണല്ലേ? ആ ഹിന്ദിനോടും അല്ലാഹുവിന്റെ റസൂലൊന്നും ചെയ്തില്ലല്ലോ. പ്രവാചകൻ എങ്ങനായിരുന്നു? ഒരാളോടും അവിടെ ദീനിന്റെ വിഷയത്തിൽ, ഇസ്ലാമിന്റെ നിയമത്തിന്റെ വിഷയത്തിൽ, അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കുന്ന വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അല്ലാഹു തയ്യാറല്ല, അല്ലാഹുവിന്റെ റസൂല് തയ്യാറല്ല. ആ വിഷയത്തിൽ അവിടെ പറയും അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു, അത് കണ്ടുപഠിച്ച സ്വഹാബികളും അങ്ങനെ തന്നെയാ. ഇസ്ലാമിന്റെ വിഷയത്തിൽ, നിയമത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുന്നത് കണ്ട മുത്തുനബി പറയും. അല്ലാതെ ഒരാളെയും മുത്തുനബി ചീത്ത വിളിച്ചിട്ടില്ല, ഒരാളെയും അല്ലാഹുവിന്റെ റസൂൽ കളിയാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്. ആന കളിക്കുമായിരുന്നു മഹാനായ നബിയനാ റസൂലുള്ളാഹി.
തൻ്റെ കൊച്ചുമക്കളായ ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു നമ്മളൊക്കെ വീട്ടിൽ ആന കളിക്കൂലേ, മുത്തുനബി തോളിക്കേറ്റിരുത്തിയിട്ട് ആന കളിക്കും. നിങ്ങളറിയോ ചരിത്രം? ഒരിക്കൽ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ കുഞ്ഞുകുട്ടിയുടെ തോളി കയറി ഇരിക്കൂലേ, എന്റെ മുന്നിൽ ഇരിക്കാറുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദി കടന്നപ്പം വന്ന് തോളി കയറി തലയിൽ കയറി ഇരിക്കുക, എഴുന്നേക്കണില്ല മുത്തുനബി. നിസ്കരിച്ചുകൊണ്ടിരിക്കാം മുത്തുനബി അങ്ങനെ തന്നെ ഇരുന്നു. എഴുന്നേറ്റ് പോയതിനു ശേഷം എന്റെ പ്രിയപ്പെട്ടവർ, അത്രയും സ്നേഹം അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ശത്രുക്കൾക്ക് പോലും അത്ഭുതം, എന്തേ മുഹമ്മദ് ഇങ്ങനെ, എന്തു മാന്യനാ, ആർക്കും പരാതിയില്ല. ആ പ്രവാചകന്റെ ജീവിതം കണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് പലരും കടന്നു വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു നല്ല ഗുണം നമുക്കുണ്ടാകണം. നമ്മൾ നാവെടുത്ത നല്ലത് പറയുക, ആരെങ്കിലും ചീത്ത വിളിക്കലും കളിയാക്കലും പരിഹാസവും കളി ഒന്നും വേണ്ട. അൽഹംദുലില്ലാ, നല്ല സംസാരം, നല്ല സ്വഭാവം നിനക്കുണ്ടെങ്കിൽ നീയാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അങ്ങനെയുള്ളവർ നാളെ എന്റെ കൂടെയാ. ഏറ്റവും നല്ല സ്വഭാവ ഗുണമുള്ളവന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നാളെ അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് നല്ല സ്വഭാവം ഉണ്ടാകണം. സംസാരമാണെങ്കിലും നോട്ടമാണെങ്കിലും നടത്തമാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ഗുണം, സൽസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു. മുത്തുനബി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്രായം മുതലേ പ്രവാചകം പറയുന്നതിനപ്പുറം വേറെ ആർക്കുമില്ല. മുഹമ്മദ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ മക്കത്ത് പോകുമ്പോൾ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല്, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല്, ആ കല്ലെടുത്ത് വെക്കുന്ന വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവര് ഗോത്രങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമുണ്ടാവുകയാ. ഞങ്ങളെടുത്തു വെക്കാം, കുറൈശികളുണ്ട്, അങ്ങനെ പല ഗോത്രങ്ങളും ഞങ്ങൾ എടുത്തു വെക്കാമെന്ന് പറഞ്ഞ് വലിയ വിഷയമുണ്ടായപ്പോ ആരോ പറഞ്ഞു, ഇനി ആദ്യം ആരാണോ വരുന്നത് ആ വ്യക്തിയോട് അഭിപ്രായം ചോദിക്കാം. അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാം. ആരാ വന്നത്? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയ മുഹമ്മദാണ് കടന്നു വരുന്നത്. എല്ലാവർക്കും സന്തോഷമായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ വളരെ തന്ത്രപരമായിട്ട് അവിടെ നിന്നൊരു മറുപടി പറഞ്ഞു. ഒരു തുണിയെടുത്ത് വിരിക്കാൻ പറഞ്ഞു, കല്ലെടുത്ത് അതിൻ്റെ നടുക്ക് വെച്ചു. എന്നിട്ട് ഓരോ ഗോത്രത്തിന്റെ നേതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഓരോ മൂലയിൽ പിടിക്കാൻ, എല്ലാവരും കൂടെ കൊണ്ടുവെക്കാൻ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം, ഒരു ഒട്ടകം അന്യവന്റെ പറമ്പിൽ കയറി പുല്ല് തിന്നതിൻ്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന മനുഷ്യന്മാർ. ചിന്തിക്കണം, ഒരു പറമ്പിൽ നിന്ന് അടുത്ത പറമ്പിൽ കയറി പുല്ല് തിന്നതിൻ്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ആ ഒരു വിഭാഗത്തെയാ പ്രവാചകൻ തൻ്റെ സ്വഭാവം കൊണ്ട് നന്നാക്കിയെടുത്തത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തു പറഞ്ഞാലും അതുകൊണ്ടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പ്രവാചകനെ ചീത്ത വിളിച്ചു. ജറാഹ് അവിടെ നിന്ന് വന്നിട്ട് പ്രവാചകനെ ചീത്ത വിളിക്കുക, എന്തെല്ലാം വിളിച്ചു, സഹിക്കണില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല ചരിത്രമറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം മകൻ മുത്തുനബിയുടെ കൂടി ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ വാള് പിടിച്ചോണ്ട് വന്ന് എന്നിട്ട് വാപ്പ ആദ്യം മോനെ ചീത്ത വിളിച്ചു. മോൻ മിണ്ടുന്നില്ല. മുത്തുനബി അടുത്തിരിക്കുക. മോനെ എന്തെല്ലാം പറഞ്ഞിട്ടും അനങ്ങുന്നില്ല. അപ്പൊ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വാപ്പ വാടാ ഇറങ്ങി വാടാ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും മരിച്ച സ്വർഗത്തിലാണെന്നല്ലേ പറയണേ, വാടാ നിന്നെ ഞാൻ സ്വർഗത്തിൽ വിടാന്ന് പറഞ്ഞു. വാപ്പ പുറത്തു വന്നിട്ട് മകനെ ചീത്ത വിളിച്ചു. മകൻ അനങ്ങുന്നില്ല. കുറെ കഴിഞ്ഞപ്പം ഉമ്മായി ചീത്ത വിളിക്കാൻ തുടങ്ങി. സഹിക്കുവോ? സ്വന്തം വാപ്പ മകനോട് പറയാ, നീ പിഴച്ചുണ്ടായവനാ എന്ന് പറഞ്ഞ് ഉമ്മാനെ ചീത്ത വിളിച്ചു. എന്നിട്ടും ആ ചങ്ങാതി അനങ്ങിയില്ല. സ്വന്തം ഉമ്മയെ കുറിച്ച് മോശമായി പറഞ്ഞപ്പോഴും രക്തം തിളയ്ക്കുന്നുണ്ട്, എന്നിട്ടും മിണ്ടിയില്ല. പക്ഷെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞപ്പോ പിന്നെ ചോദിക്കാനൊന്നും നിന്നില്ല. മുത്തുനബി തടഞ്ഞിട്ട് നിന്നില്ല, ഇറങ്ങിപ്പോയി. ആകാശത്ത് പൊടിപടലങ്ങൾ പടർന്നു പിടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ഉപ്പാന്റെ തല വെട്ടിയിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. നബിയോട് സലാം പറഞ്ഞപ്പോ റസൂലുള്ളാഹി തല തിരിച്ചു കളഞ്ഞു. കാരണം വാപ്പയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, എത്രയോ പ്രവാചകന്റെ മുഖത്ത് തുപ്പിയ ചരിത്രങ്ങളുണ്ട്.
പ്രവാചകന്റെ ശരീരത്തേക്ക് വേസ്റ്റ് തട്ടിയ ചരിത്രങ്ങളുണ്ട്. എന്തെങ്കിലും പ്രവാചകൻ ആരെയും എന്തിന്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മാടെ നാട്ടിൽ പോയപ്പോ തെരുവ് പിള്ളാരെ കൊണ്ട് കല്ല് പറക്കി എറിഞ്ഞിട്ട് പ്രവാചകന്റെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ വീഴുകയാ. ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ ഒരു വാക്കു പറ, ഇവരെ മുഴുവനും ഞാൻ തകർത്തേക്കാം. അങ്ങയുടെ ശരീരം ഇത്രയും വേദനിപ്പിച്ച ഇവര് ഒരു വാക്കു പറഞ്ഞ് ഇപ്പൊ തന്നെ തീർത്തേക്കാം. വേണ്ട ജിബ്രീലേ, വേണ്ട ജിബ്രീലേ, അറിവില്ലാത്തവരല്ലേ, ഇവരുടെ തലമുറയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ, അതാ പോയിന്റ്. ഇവരുടെ തലമുറയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ വേണ്ട. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ അങ്ങയുടെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ ഞാൻ പിന്നെ അനുവാദം ചോദിക്കൂല. അങ്ങയുടെ ശരീരത്ത് നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അനുവാദം ചോദിക്കാൻ നിൽക്കില്ല, ഞാൻ എൻ്റെ പണി തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ തുണിയെടുത്തിട്ട് രക്തം താഴെ വീഴാതെ തുടച്ചു എന്ന ചരിത്രം പഠിപ്പിക്കുക. അതാ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.